പെൺകുട്ടികളോടും കല്യാണം കഴിഞ്ഞവരോടുമൊക്കെ ഒക്കെ ആയിട്ട് ഞാൻ ഒരു ടിപ്പ് പോലെ പറഞ്ഞു തരാം. നമ്മളെ ആരെങ്കിലും പറ്റിച്ചു കഴിഞ്ഞാൽ, ഇനി നമ്മൾ ചിലപ്പോൾ സ്നേഹിക്കുന്ന സമയത്ത് അവരപ്പുറം നിന്ന് ഫോട്ടോസൊക്കെ എടുക്കും അല്ലേ, ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അത് വെച്ച് അവർ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് ഞാൻ ലീക്കാക്കും, അല്ലെങ്കിൽ നിൻ്റെ ഹസ്ബൻഡിനെ കാണിക്കും, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ കാണിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കാണിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. കല്യാണം കഴിഞ്ഞവർക്ക് അത് ഹസ്ബൻഡിനോട് പറയാൻ പേടിയായിരിക്കും. അവരുടേത് നിൽക്കട്ടെ, അപ്പം നിങ്ങൾക്ക് ഹസ്ബൻഡിനോട് പറയാൻ പേടിയായിരിക്കും. പേടിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഹസ്ബൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സിൻ്റെ വക്കിലെത്തും. അപ്പം നിങ്ങളതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ഒരു വനിതാ സെല്ലിൽ ചെല്ലുക, അവനോട് വാണിംഗ് കൊടുക്കുക, ഞാനിത് മൂവ് ചെയ്യാൻ പോവാണ്, നീ ഇത് ഡിലീറ്റ് ചെയ്താൽ നിനക്ക് കൊള്ളാം എന്ന് പറയുക. എന്നാലും പറഞ്ഞെങ്കിൽ അവൻ തീർച്ചയായിട്ടും അത് ചെയ്യുമെങ്കിൽ നിങ്ങളത് നേരെ വനിതാ സെല്ലിൽ ചെല്ലുക, ഒരു കേസ് അപ്ലൈ ചെയ്യുക. അവരത് സൈബർ സെല്ലുമായിട്ട് പോവും. ഒരിക്കലും നിങ്ങളെ ഹസ്ബൻഡോ വീട്ടുകാരോ ആരും അറിയില്ല. അവരോട് പറയും ഇത് ആർക്കും അറിയാത്തതാണ് ഒരു കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് വീട്ടിലേക്ക് വരാണ്ടിരിക്കുക എന്ന് പറയുക. നേരെ സൈബർ സെല്ലിൽ ചെല്ലുക. കണ്ണൂരൊന്നും സൈബർ സെല്ലില്ല, എറണാകുളത്ത് സൈബർ സെല്ലുണ്ട്. നമ്മുടെ സുഭാഷ് പാർക്കിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു ബിൽഡിങ്ങിലാണ്. അല്ലെങ്കിൽ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. കണ്ണൂരുണ്ടോ എന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല. എറണാകുളത്തുണ്ടെന്ന് എനിക്കറിയാം. കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമുക്ക് സൈബർ സെല്ലിൽ ഇപ്പം നേരിട്ട് ഓൺലൈൻ വഴിയൊക്കെ മെസ്സേജ് അയക്കാം ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉള്ളത്. അവരവിടുന്ന് അവർക്ക് ഇവൻ്റെ നമ്പർ കൊടുത്താൽ ഇവൻ ഇരിക്കുന്ന സ്പോട്ടും എല്ലാം കിട്ടും. അവൻ്റെ മൊബൈലിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ അടുത്തുണ്ട്. അവർ നൈസായിട്ട് അവനെ പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്യില്ല. നിങ്ങളെ വീട്ടുകാരെ അറിയിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. നിങ്ങൾ ഒരു നമ്പർ കൊടുക്കുക, നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്നൊരു നമ്പർ കൊടുക്കുക, അവർ നിങ്ങളെ വിളിക്കും. അങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് പോവുക കേട്ടോ. അവർ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ചെന്നാൽ മതി. അതനുസരിച്ച് അവരത് ഹാൻഡിൽ ചെയ്തോളും, ഒരു കേസ് കൊടുത്തിട്ടാണ്. പിന്നെ അത് നമ്മൾ കേസിൽ നിന്ന് പിൻവലിയണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് പോയി പറയുക, അല്ലെങ്കിൽ അവർ തന്നെ വിളിച്ചിട്ട് പറയും. ചിലപ്പോൾ ഇവനൊക്കെ കള്ളു കുടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും പറയുക അത് ലീക്ക് ചെയ്യും, ആന കുതിരയെന്നൊക്കെ. ചിലവന്മാർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ഭീഷണിപ്പെടുത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേ വേണ്ട. വനിതാ സ്റ്റേഷനിലാണ് നിങ്ങൾ പോവേണ്ടത്. പെണ്ണുങ്ങളെപ്പോഴും വനിതാ പോലീസ് സ്റ്റേഷനിലാണ് പോയി കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്, സാധാ പോലീസ് സ്റ്റേഷനിലല്ല കേട്ടോ. അവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പെണ്ണിൻ്റെ സുരക്ഷിതത്വം അവർ ഏറ്റെടുക്കും. ഇപ്പോൾ പിങ്ക് പോലീസ്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട. പിന്നെ നിങ്ങളെ അവർ ചെക്കന്മാർ മിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് അവർ ലീക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പാരൻറ്റ്, ചിലപ്പോൾ അമ്മയായിരിക്കാം, ചിലപ്പോൾ അച്ഛനായിരിക്കാം, അറിയിക്കുക. അവരോട് പറയാം നമുക്ക് എന്താ പോലീസ് സ്റ്റേഷനിൽ പോവാം. സെയിം മെത്തേഡ് തന്നെ അവരത് ഹാൻഡിൽ ചെയ്തോളും. പേടിക്കുകയേ വേണ്ട. ആ പേരിൽ നിങ്ങളാരും സൂയിസൈഡ് ചെയ്യാനും പോകരുത്. പേടിച്ച് പതറി പോവുകയും ചെയ്യരുത്. ഇനി അറിഞ്ഞെന്നിരിക്കട്ടെ, നാട്ടുകാരറിഞ്ഞെന്നിരിക്കട്ടെ, പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. മനസ്സിലായോ? തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. പലർക്കും തെറ്റ് പറ്റാം. കളിയാക്കുന്നവരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ ഇടയിൽ അവരുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ വന്നാൽ അവരെന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ നാട്ടുകാർ ഓർക്കുക, അങ്ങനെ ഉള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തല്ലേ ചെയ്യേണ്ടത്. തെറ്റ് പറ്റാത്തവരാരുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ട. പോട്ട് മോനെ എന്ന് പറയലേ, പോട്ട് മോളെ, അതൊക്കെ സ്വാഭാവികമല്ലേ, അതൊക്കെ പറ്റിപ്പോയില്ലേ, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ടത്. ചിലർ അവരെങ്ങനെന്തോ വലിയ കൊലപാതകം ചെയ്ത മാതിരിയാണ് നമ്മളവരെ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? ആ കുട്ടികൾ വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ സമൂഹം ഒറ്റപ്പെടുത്തുമ്പോൾ കുട്ടികൾ എന്ത് വിചാരിക്കുമെന്നറിയോ? എന്തായാലും ഒരു ചീത്തപ്പേര് വീണു, ഇനിയിപ്പോൾ ആ റൂട്ടിലൂടെ തന്നെ പോവാം എന്ന് വിചാരിക്കും. കാരണം അവരെ ഒറ്റപ്പെടുത്തി സമൂഹം. അതുകൊണ്ടാണ് അവരാ വേദന കൊണ്ടാണ് അവർ ആ റൂട്ട് വീണ്ടും
അങ്ങനെ ചെയ്തു പോകുന്നു. അപ്പം നമ്മൾ കുട്ടികളെ സ്നേഹത്തോടു കൂടി, അല്ലെങ്കിൽ വലിയവർക്കായാലും അതെ, ആർക്കും എപ്പോൾ വേണേലും വരാം. ഇല്ലാത്ത പേരും പറഞ്ഞ് നമ്മുടെ മൊബൈലിൽ നിന്ന് നന്നാക്കാൻ കൊടുക്കുന്നിടത്തുനിന്ന് ഫോട്ടോസ് ലീക്ക് ചെയ്യുക, മനസ്സിലായോ? അപ്പോൾ അവരെ വേദനിപ്പിക്കുമ്പോൾ നമ്മളും ചിന്തിക്കുക, എപ്പോൾ വേണേലും നമ്മുടെ മൊബൈലും നന്നാക്കാൻ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് അവർക്ക് മിസ്യൂസ് ചെയ്യാം, മോർഫ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരു പെണ്ണിൻ്റെയും കണ്ണീര് കുടിപ്പിക്കാണ്ടിരിക്കുക. മോർഫ് ചെയ്യാന്ന് വെച്ചാൽ അറിയാമല്ലോ, ഒരു പെണ്ണിൻ്റെ തലയെടുത്ത് വേറെ പെണ്ണിലേക്ക് അവർ അപ്ലൈ ചെയ്ത് വെക്കാം. ആർക്കും എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി കിട്ടാം. അപ്പോൾ എന്നെ വേദനിപ്പിച്ച് ഞാനൊന്ന് കരഞ്ഞാലും, ഞാൻ തെറ്റ് ചെയ്തോട്ടെ, ഞാൻ ഇനി തെറ്റ് ചെയ്തു, എന്നെ സമൂഹം ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ വേദനിപ്പിക്കും. നമ്മൾ ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചാലൊന്നും മതി. തീർച്ചയായിട്ടും ഈ വേദനിപ്പിക്കുന്നവർക്കുള്ള പണിഷ്മെൻറ്റ് ദൈവം കൊടുത്തിരിക്കും. കർമ്മ എന്നുള്ളൊരു സംഭവമുണ്ട്. പണ്ടാണ് പിന്നെ ഇപ്പോൾ ദൈവം ഉടനടിയാണ് കൊടുക്കുന്നത്. അത് എനിക്ക് എൻ്റെ കാര്യത്തിൽ എനിക്ക് അച്ചട്ടാട്ടോ. ദൈവമായിട്ട് ഞാനൊന്ന് കരയുന്നുണ്ടെങ്കിൽ, എന്നെ ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് കാണാൻ പറ്റും. അവർ കരയുന്നത് എനിക്ക് കാണാൻ പറ്റും. ഞാനപ്പോൾ ദൈവത്തിൽ ഭയങ്കര വിശ്വസിക്കുന്ന കൂട്ടത്തിലാട്ടോ. അപ്പം അതുകൊണ്ട് എന്തിൻ്റെ കാര്യത്തിലായാലും പെണ്ണുങ്ങൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക. ഇതൊന്നും സാരില്ല, പോട്ടെ എന്ന് പറയുക. ഇല്ലെങ്കിൽ ആ ഭാഗം സാധാരണ നമ്മളെ എങ്ങനെയാണോ ആ വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെ, സുഖമാണോ, എന്തിൻ്റെ വിശേഷം അറിഞ്ഞാലും അറിയാത്ത രീതിയിൽ കണ്ടിട്ട് പോവുക. അത്രയേ ഉള്ളൂ, മനസ്സിലായി? അല്ലാണ്ട് ആ ഒരു കുടുംബത്തെ ഒറ്റപ്പെടുത്താനോ, ആ ഒരു കുടുംബം എന്തെങ്കിലും ചെയ്താൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ നാട്ടുകാർ അതിനെല്ലാം ഉത്തരവാദിയാണ്. അപ്പം ഒരിക്കലും ഒരാളെയും ഒറ്റപ്പെടുത്താണ്ടിരിക്കുക, ഒരു കുടുംബത്തെയും ഒറ്റപ്പെടുത്താണ്ടിരിക്കുക, എന്തിൻ്റെ പേരിലും. അതാ വീണ്ടും പറയുന്നത്. ആ കുടുംബം ഒന്ന് സൂയിസൈഡ് ചെയ്താൽ എന്ത് ചെയ്യും? കഷ്ടമല്ലേ? അപ്പോൾ നമ്മൾ ആരെയും വേദനിപ്പിക്കാണ്ടിരിക്കുക. അവരുടെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കട്ടെ. ഇതൊരു അറിഞ്ഞുകൂടെ, പലർക്കും അറിഞ്ഞുകൂടെ ഇതെവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പെണ്ണുങ്ങൾക്ക് വനിതാ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പണ്ടത്തെ മാതിരി നാട്ടുകാരെ മൊത്തം അറിയിക്കൽ അങ്ങനെ ഒന്നും അവർ ചെയ്യില്ല. അത്രയും സേഫായിട്ട് സെക്യൂർഡായിട്ട് ഒരു കാര്യങ്ങൾ ഏറ്റെടുത്തോളും. പിന്നെ പെൺകുട്ടികൾ ഓർക്കുക, നിങ്ങൾ ചിലപ്പോൾ ഇപ്പം ഒരാഴ്ച കൊണ്ട് പരിചയപ്പെട്ട ആൺകുട്ടികളൊപ്പരായിരിക്കും കറങ്ങാനൊക്കെ പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഓർക്കുക, ചിലപ്പോൾ കറങ്ങാൻ പോകുമ്പം അവൻ്റെ കയ്യിൽ വല്ല MDMA കഞ്ചാവോ ഒക്കെ ഉണ്ടെങ്കിൽ, കഞ്ചാവ് നമ്മുടെ സർക്കാർ ഏറ്റെടുത്തിട്ടില്ല, അത് നിയമവിരുദ്ധമാണ്. അതുപോലെ കള്ളും ഒക്കെ ഇത്ര ഇതുണ്ട്, അതിനനുസരിച്ച് അതും വെക്കാൻ പാടില്ല കയ്യിൽ. എത്രയോ ലിറ്റർ അങ്ങനെ എന്തോ ഉണ്ട്, ഒരു കുപ്പി അങ്ങനെ എന്തോ ഉണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതിൽ കൂടുതലുണ്ടെങ്കിൽ അതും കേസാണ്. അപ്പോൾ കൂടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് പോവും. ഈ TV യിലൊക്കെ ഇപ്പോൾ കാണാറില്ലേ? അതൊക്കെ പറയാൻ പറ്റില്ല. കൂടെ കറങ്ങാൻ പോയതോ അല്ലെങ്കിൽ കൂടെ അവൻ്റെ ഒപ്പം എൻജോയ് ചെയ്യാൻ പോയ പിള്ളേരോ എന്തെങ്കിലും ആയിരിക്കണം. പിന്നെ അവരുടെ പേരിലും കൂടെ കേസായി വരും. ചിലപ്പോൾ പെണ്ണ് ജന്മത്തിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളത് പോലും. അപ്പോൾ ഒരുപാട് സൂക്ഷിക്കുക, അവരുടെ കയ്യിൽ അതൊക്കെ ഉണ്ടോയെന്ന്. സൂത്രത്തിൽ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ മുങ്ങുക, മനസ്സിലായോ? അപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ നേരെ വീട്ടിലോട്ടങ്ങ് കയറി പോയാൽ മതി. വെറുതെ ചെന്ന് തല കൊടുക്കരുത്. കാരണം റൂമൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് പോലീസുകാർ വരും. റൂമല്ലാദ്യം ഹോട്ടലിൽ റിസപ്ഷനിൽ. അപ്പോൾ അവർ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് അഡ്രസ്സും കാര്യങ്ങളും ഏജും ഒക്കെ നോക്കിയിട്ട് അവരുടെ റൂമായിരിക്കും ആദ്യം ചെക്ക് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ TV കാണുന്നില്ലേ, ഹസ്ബൻഡും വൈഫും അല്ലാത്ത ഇപ്പം ആർക്ക് വേണേലും റൂം എടുക്കാം. അത് നമ്മുടെ റൂൾസിൽ അങ്ങനെയാണ്. ആർക്കും ഏത് ചെക്കനും വേണം, 18 പ്രായപൂർത്തിയായ ഏത് ചെക്കനും പെണ്ണിനും റൂം എടുത്ത് താമസിക്കാം. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിസപ്ഷനിൽ നിന്ന് വിളിച്ച് പറയുമായിരിക്കും എന്തോ സംതിങ് പോലെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോൾ ചെക്കിങ് വരും. എനിക്ക് തോന്നുന്നില്ല റിസപ്ഷനിൽ നിന്ന് പറയുമെന്ന്, കാരണം അവരെ ഹോട്ടലിനും ബാധിക്കുന്നില്ല. എന്നാലും ചിലർ പറഞ്ഞു വന്നിട്ട് ചെക്കനെ പെണ്ണിനെ ചെക്ക് ചെയ്യുമ്പോൾ ചെക്കൻ അതിന് മുന്നേ റൂം എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ പേരൂടെ അതിൽ വലിച്ചെഴിയും. അങ്ങനെ വെറുതെ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ കുടുങ്ങും. അതുകൊണ്ട്
ഒരുപാട് മനസ്സിലാക്കി സ്നേഹിച്ചിട്ടൊക്കെ ഒരുപാട് നല്ലോണം ആഴത്തിൽ മനസ്സിലാക്കി അബ്സർവ് ചെയ്ത് എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തണം. വെറുതെ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ പോയിട്ട് ചെന്ന് ജയിലിലും കേസിൻ്റെ പുറകെ നടക്കാണ്ടിരിക്കുക. കേസിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ പോണം, വക്കീലിന് കൊടുക്കണം, കോടതിയിൽ കെട്ടി വയ്ക്കണം, ഈ തെറ്റ് ചെയ്തതിനുള്ള പൈസ വേറെ കെട്ടി വയ്ക്കണം. ജയിലിലൊക്കെ പോയാലുള്ള അവസ്ഥയെന്ന് വെച്ച് ജയിലൊക്കെ ഒട്ടും വൃത്തിയില്ല എന്നാണ് പറയണേ. അത് ആരും സംഗീത മോഹൻ അങ്ങനെ കണ്ട് അവരുടെ സംഗീത മോഹനല്ല സംഗീത പണ്ട് ആങ്കർ ചെയ്തുകൊണ്ടിരുന്നൊരു പെണ്ണ്, അവൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒട്ടും വൃത്തിയില്ലാത്ത പാത്രം, വൃത്തിയില്ലാത്ത മഗ്, ചെളി പിടിച്ച മഗ്, ഇതിലൊക്കെയാണ് അവർ ഫുഡ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് ഇത്ര ശരിയെന്ന് എനിക്കറിയില്ല, അവൾ പറഞ്ഞു കേട്ടതാണ്, എനിക്കറിയില്ല. കാരണം തെറ്റ് ചെയ്തവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്നതായിരിക്കണം. ഫുഡൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് എന്നൊക്കെ പറയുന്നു. ഞാനിതുവരെ കണ്ടിട്ടില്ല, കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അതിനകത്ത് കയറിയിട്ട്. അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. വലിയ പിടുത്തമില്ല എനിക്ക് അതിനെക്കുറിച്ച്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് പിടുത്തമുണ്ട്, അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. അതായത് ജയിലിനകത്തുള്ള പാത്രങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയില്ല, അത് അവർ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, വൃത്തിയില്ല എന്നൊക്കെ. ഫുഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, കാരണം ഗോവിന്ദച്ചാമിയൊക്കെ കണ്ടില്ലേ പോയിട്ട് ഇപ്പോൾ തടിച്ച് കൊഴുത്തല്ലേ ഇരിക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഇവനെയൊക്കെ ഇങ്ങനെ തടിച്ച് കൊഴുപ്പിക്കണേന്നാണ്. അപ്പോൾ നമ്മുടെ അങ്ങനെ എന്ത് പറയാനാ, പാവം ആ പെണ്ണിൻ്റെ അമ്മയൊക്കെ എപ്പോഴും നീറി കഴിയല്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ അതൊരു പെയിൻ. കുറേ നാളത്തേക്ക് ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ പെങ്കൊച്ച് മരിച്ചപ്പോൾ. ഭയങ്കര സങ്കടമെന്ന് വെച്ചാൽ ഒന്ന് പറയണ്ടാവും. ഭയങ്കര നമ്മുടെ ആരോ മരിച്ചെന്നുള്ള രീതിയിലായിരുന്നു ഒന്ന് ആലോചിച്ച് നമ്മൾ ആ സ്ഥാനത്തിരുന്നിട്ട്. അപ്പോൾ എല്ലാവരും എപ്പോഴും കെയർഫുള്ളായിട്ടിരിക്കുക, ഒന്നിനെയും പേടിക്കണ്ട. പിന്നെ അറിയാണ്ടൊരു തെറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് വേദനിച്ച് നിങ്ങൾ വിഷമിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. ഇത്രയൊക്കെ പറയാനുള്ളൂ.